നമസ്കാരം. ഓർക്കിഡ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാട്ടൂരിൽ അനധികൃതമായി വളർത്തുന്ന പന്നിപ്പാമ്പിൽ പൊറുതിമുട്ടി പ്രദേശവാസികൾ. പന്നിപ്പാമ്പ് പൂട്ടാൻ ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ്. പെങ്ങളുടെ വിവാഹ നിശ്ചയത്തിന് ബൈക്കിൽ പുറപ്പെട്ട സഹോദരൻ തോട്ടിൽ വീണ് മരണപ്പെട്ടു. അപകടം പുള്ളുമനക്കൊടി ശാസ്താംകടവ് റോഡിൽ അഞ്ചുമുറിപ്പടവ് പുറഞ്ചാൽ തോട്ടിൽ. കഴിമ്പ്രം ദീപാവലി ആഘോഷ സമിതിയുടെ ദീപോത്സവം PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശാസ്ത്രീയ രീതിയിൽ പ്രവർത്തിക്കാത്ത പന്നി വളർത്തൽ കേന്ദ്രം ഒരു സമൂഹത്തിന് തന്നെ ഭീഷണിയാകുന്നു. കാട്ടൂർ പഞ്ചായത്ത് 11-ാം വാർഡ് കാട്ടൂർ പാടത്തിന് സമീപം താടിക്കാരൻ ജോജുവിന്റെ ഉടമസ്ഥതയിലുള്ള പന്നി വളർത്തൽ കേന്ദ്രത്തിനെതിരെയാണ് നാട്ടുകാർ സംഘടിച്ചത്. യാതൊരു മാനദണ്ഡവും പാലിക്കാതെയാണ് ഇവിടെ 150ഓളം പോന്ന പന്നിക്കൂട്ടങ്ങളെ വളർത്തുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഞങ്ങൾക്ക് ഇവിടെ ദുർഗന്ധം മറ്റുള്ള ഇതുകൊണ്ടും ഈ വേസ്റ്റുകൾ മലവെള്ളം വരുമ്പോൾ ഇതൊക്കെ വന്ന് മലവെള്ളം കയറി കുട്ടികളെല്ലാം നടക്കുമ്പോൾ അതിനുള്ള വളരെയധികം ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് അനുഭവിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ പുറത്തിറങ്ങി ഇരിക്കാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യമാണ്. ഇത് 10 ദിവസത്തിനുള്ളിൽ ഇത് എന്തെങ്കിലും മാറ്റി തന്നില്ലെങ്കിൽ ജനങ്ങൾ ഞങ്ങൾ പ്രതികരിച്ച് ഇത് എന്തെങ്കിലും അടിച്ചു പൊളിച്ച് ഞങ്ങൾ നടന്നാശാക്കും. ഇതിനെതിരെ നിങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ? പരാതി കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്ത് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, ജനസമ്പർക്ക പരിപാടിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഇതിന്റെ വല്ല അസുഖത്തിന്റെ അങ്ങനെ വല്ല കാര്യങ്ങൾ? ഒരു കുട്ടിയായിട്ട് ഇപ്പൊ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കുട്ടി വെന്റിലേറ്ററിൽ എടുക്കണം. ഒരു കുട്ടി എടുക്കുന്നു. പിന്നെ എന്റെ മകന്റെ കുട്ടി പനിയായിട്ട് ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി വന്നോളൂ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇത് ഏതുകൊണ്ടാണെന്നുള്ള അറിയില്ല, അഭിനയമുള്ളതാണ്. ഇതാണ് റിപ്പോർട്ടുകൾ. ഇതിന്റെ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് എടുത്തപ്പോൾ ആക്കാവുന്നൊരു കാര്യമാണ്. പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞതിന് ഞങ്ങളതിന് ഉടനെ ഇതായിട്ട് എടുക്കുക. അപ്പോൾ അവർ ഹൈക്കോടതിയിൽ കേസ് നടത്തി ഫയൽ ചെയ്തിരിക്കുന്നതാണ്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തേനും മോനാളിയോട് പറഞ്ഞ മോനാളി ഒരു 6 മാസത്തിനുള്ളിൽ മാറ്റി തരാം. 6 മാസത്തിനുള്ളിൽ മാറ്റി തരാം. 6 മാസത്തിനുള്ളിൽ മാറ്റി തരാം. അത് കഴിഞ്ഞ് വർഷങ്ങളായി ഇതവരത് മാറ്റങ്ങളൊന്നും. ഇപ്പൊ എത്ര വർഷമായി ഇത് തുടങ്ങി? 10 വർഷത്തിൽ മേലെയുണ്ട്. പഞ്ചായത്തിനും ജനസമ്പർക്ക പരിപാടിയിലും മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളതാ. അന്ന് 6 മാസം കൊണ്ട് ഇത് കാലിയാക്കാന്ന് പറഞ്ഞിരുന്നത്. ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പൊ ഇവിടെ വർഷകാലത്ത് വെള്ളം നിറയുമ്പോ ഞങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം ഈ കുളത്തിലെ വെള്ളം, തോട്ടിലെ വെള്ളമാണ്. പൈപ്പിലല്ലേ വെള്ളം വരുന്നുള്ളൂ. പൈപ്പിൽ വെള്ളം വരാത്തപ്പോൾ ഞാൻ കുളത്തിന്റെ വെള്ളം എടുക്കണം. അതിലും ഈ വേസ്റ്റാണ്. അപ്പൊ ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അത് കാലിയാക്കണം. ഒരാഴ്ച കൊണ്ട് കാലിയാക്കി കിട്ടി കഴിഞ്ഞാൽ അത്ര ഉപകാരം. കുളമ്പ് രോഗം പടർന്നു പിടിച്ചിരിക്കുകയാണ്. കുട്ടികൾക്ക് പനി തന്നെ പറയാനുള്ളത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് അതിന്റെ മറുപടി എന്തെങ്കിലും കിട്ടിയ? കടലാസ് അന്ന് പഞ്ചായത്തിന് കടലാസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് നേരിട്ട് ഇതില് പരാതി കൊടുത്തിട്ട് എന്താ പറഞ്ഞ? മുഖ്യമന്ത്രിയുടെ 6 മാസം കൊണ്ട് കാലിയാക്കാന്ന് പറഞ്ഞു. ആര് മറ്റേ മുഖ്യമന്ത്രിയുടെ ഇത് കിട്ടിയിരുന്നു. അപ്പൊ അതിന് നടപടി ആയിട്ടില്ല പിന്നെ കൊടുത്തിരുന്ന? 2011 കൊടുത്താണ് പരാതി. 13 അല്ല, അതല്ലേ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അടുത്ത് നിങ്ങൾക്ക് പരാതി കൊടുത്തതിന്റെ മറുപടി കിട്ടിയിട്ടുണ്ടാവില്ല. അവിടത്തെ പേപ്പറാണിത്. ആരും ഇതിനു വേണ്ടി ഒരു തീരുമാനമില്ല. ഇപ്പൊ ഈ മുഖ്യമന്ത്രി പേപ്പർ വരെ വന്നിട്ട് നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തുള്ളതാ. കാട്ടൂര് ഗ്രാമപഞ്ചായത്ത് സ്പെഷ്യൽ ഗ്രേഡ്. പക്ഷെ ഇവരൊരു തീരുമാനമില്ല. കാരണം ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ കേസ് നടക്കുന്നുണ്ട്. ഇപ്പൊ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് കേസ് നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കേസ് നടന്നാലും ഈ കേസ് കഴിയുന്നവരെ ഞങ്ങൾ ഈ ജനങ്ങൾ ഇവിടെ ബുദ്ധിമുട്ടണം. ഇപ്പൊ നിങ്ങൾ തന്നെ മാധ്യമക്കാർ നേരിട്ട് കാണാം. നിങ്ങൾക്ക് തന്നെ നിൽക്കാൻ പറ്റില്ല. അത്രയും അല്ലെങ്കിൽ ഇവിടെ വളരെ പോർക്കളെ തന്നെ തിന്നണവരും പശുവിന്റെ പാല് കുടിക്കുന്നവരെയും സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇത്രയും വൃത്തിയില്ലാത്ത സ്ഥലത്ത് നിന്ന് മേടിക്കുന്ന സ്ഥലത്ത് വൃത്തിയാണല്ലോ ഏറ്റവും വലുത്. ഇപ്പൊ ഇത്രയും കോഴി വേസ്റ്റ് ഇടാൻ പാടില്ല. കോഴി വേസ്റ്റ് അതിനുള്ള ഫാം നടത്തിനോട് കുഴപ്പമൊന്നുമില്ല. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. സംസ്കരണ പ്ലാന്റ് തീരുമാനിക്കുന്നുണ്ട്. ആലോചിച്ചപ്പോ ഞങ്ങൾ രൂപം കൊടുക്കും. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ പോകും. ഫാം ഉപരോധിക്കണം. അത് നമ്മൾ 2ാം ഘട്ടം. ആദ്യം പഞ്ചായത്ത് നടപടി എടുക്കേണ്ടത് അവരാണ്. അപ്പൊ അവർക്കെതിരെ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് പിന്നെ എന്നിട്ട് നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ അവസാനിപ്പിക്കുന്നതോടുകൂടി എന്തു വന്നാലും ഞങ്ങളുടെ ജീവിക്കാൻ പറ്റണ്ടേ? ഞങ്ങൾക്ക് ആ ഒരു സംവിധാനത്തിൽ മാറ്റം വരണം. ഇതുമൂലം പരിസരത്തെ 100ഓളം കുടുംബങ്ങളിലുള്ളവർക്ക് അസുഖമൊഴിഞ്ഞിട്ട് നേരമില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. തൃശൂർ നഗരത്തിലെ കോഴി മാലിന്യങ്ങളും അറവു മാലിന്യങ്ങളും ഭക്ഷണാവശിഷ്ട മാലിന്യവുമായി ഫാമുടമ ദിനംപ്രതി ടൺ കണക്കിന് മാലിന്യങ്ങളാണ് പരിസരത്ത് എത്തിക്കുന്നതെന്നും ഇവയും പന്നിയുടെ വിസർജ്യവും കാട്ടൂപ്പാടം കനോലി കനാലിലേക്ക് ഒഴുക്കിവിടുന്നതായും നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ കുളമ്പ് രോഗം പടർന്നു പിടിച്ച് 100ഓളം പന്നികൾ ചത്തതായും പറയപ്പെടുന്നു.
പരിസരവാസികളായ പണിക്കശ്ശേരി സുബ്രഹ്മണ്യൻ, പ്രദീപ്, മുഹമ്മദ് അലി, തുരുത്തിയിൽ രവീന്ദ്രൻ, മാടമ്പി ഗോപി തുടങ്ങിയ പരിസരവാസികളുടെ നേതൃത്വത്തിൽ 100ഓളം കുടുംബങ്ങൾ ഇതോടെ സംഘടിച്ച് പന്നി ഫാം ഉടനടി അടച്ചുപൂട്ടണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിൽ മാടമ്പി ഗോപിയുടെ 10 വയസ്സുകാരി മകൾ അപർണ പന്നിയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം വൈറസ് പനി ബാധിച്ച് തൃശൂർ മിഷൻ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണെന്ന് കുട്ടിയുടെ ബന്ധുക്കളും ആരോപിച്ചു. ഇവിടുന്ന് കാട്ടൂർ യൂണിറ്റി ഹോസ്പിറ്റലിൽ നിന്നുള്ള നമ്മൾ ജൂബിലി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാം നടത്തുന്നുണ്ട്, പോർക്കിനെ വളർത്തുന്നതുണ്ട്, അതിൻ്റെ ഒരു ഇൻഫെക്ഷനാണ് കുട്ടിക്ക് സംഭവിച്ചതെന്നാണ് അവർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ കുട്ടിക്ക് ഇപ്പോൾ 4 ദിവസമായിട്ട് വെന്റിലേഷനാണ് കിടക്കുന്നത്. കുട്ടിക്കും ഇത്ര നാളായിട്ട് നമ്മൾ ഒരുപാട് മരുന്നുകൾ ചെയ്തിട്ടും പ്രത്യേകിച്ച് കുട്ടി മരുന്നുകൾ പ്രതികരിച്ച് തുടങ്ങിയിട്ടില്ല. അവർ കുട്ടിയുടെ ജീവനെ കുറിച്ചൊരു ഉറപ്പും നമുക്ക് തന്നിട്ടില്ല. എത്ര ദിവസമായി കൊണ്ട് എന്ന് കണ്ടു തുടങ്ങിയ ഈ കണ്ടു തുടങ്ങിയത് ഒരു 4-5 ദിവസമായിട്ടുള്ളൂ. ഒരു ദിവസം രാവിലെ കുട്ടി എഴുന്നേൽക്കുന്നില്ല. അപ്പോൾ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ അടുത്തുള്ള യൂണിറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ കുട്ടീനെ കൊണ്ടൊക്കെ നോക്കിയപ്പോൾ അവർ എത്രയും പെട്ടെന്ന് ജൂബിലി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു നമ്മളടുത്ത്. അവിടെ ചെന്നപ്പോഴും അവർക്ക് രോഗം എന്താണെന്ന് ഇപ്പോഴും അവർ പറഞ്ഞതിൻ്റെ വാക്സിൻ ഇല്ലയെന്ന് മാത്രമേ നമ്മളോട് പറയുന്നുള്ളൂ. അവർ സംശയം ഇപ്പോഴും പറയുന്നത് ഈ പന്നിയുടെ ഒരു വൈറസാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളവർ. ഇതുവരെ കുട്ടിയുടെ ഒരു നിലയിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല. അവരും ഉറപ്പ് നമ്മൾക്ക് തന്നിട്ടില്ല. നമ്മൾ വീണ്ടും അമൃതയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവർ ആംബുലൻസും ഡോക്ടർ സംഘവും വെന്റിലേഷനായിട്ട് ഇങ്ങോട്ട് വരാമെന്നുള്ളതിന് ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. നമ്മളപ്പോൾ അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളായിട്ട്. കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സംഭവസ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് പന്നി ഫാം അടച്ചുപൂട്ടാൻ സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണെന്നും ഇതിനെതിരെ ഉടമ കോടതിയെ സമീപിച്ചിരിക്കുകയാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ശോചനീയമായ അവസ്ഥയാണ്. വളരെ മാലിന്യം കുന്നുകൂടി കിടക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. ഈ പന്നി ഫാമിനെ പറ്റിയിട്ടുള്ള നിരവധി പരാതികളുടെ ഭാഗമായി തന്നെ പഞ്ചായത്ത് നല്ല രീതിയിൽ ഇടപെടുകയും എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുക്കാനും അല്ലാത്ത പക്ഷം അടച്ചുപൂട്ടാനും അടിയന്തരമായി മൃഗങ്ങളെ വളർത്തുമ്പോൾ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി വളർത്തണമെന്നുള്ള പല പ്രാവശ്യം രേഖാമൂലം ലെറ്ററുകൾ കൊടുക്കുകയും പരാതി കൊടുക്കുകയും ചെയ്തിട്ട് പോലും യാതൊരു തരത്തിലുള്ള പരിഗണന ഈ ഫാമുമായി ബന്ധപ്പെട്ട് നടത്തുന്നവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിപ്പോൾ കോടതിയിലെ കേസുള്ളതാണ്. കേസിൻ്റെ വിധി വന്നിട്ടില്ല. അതനുസരിച്ചുള്ള അതിനേക്കാൾ കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഇപ്പോൾ പന്നി വളർത്തലിൻ്റെ ഭാഗമായി ചുറ്റുവട്ടത്തുമുള്ളവർക്ക് അസുഖങ്ങളും കാര്യങ്ങളും ആയതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാരോടൊപ്പം എന്നും പഞ്ചായത്ത് ഉണ്ടായിരിക്കുമെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. പന്നി ഫാം അടച്ചുപൂട്ടാനുള്ള നാട്ടുകാരുടെ എല്ലാവിധ ശ്രമങ്ങൾക്കും പഞ്ചായത്ത് പൂർണ്ണ രീതിയിലുള്ള പിന്തുണയും നൽകുമെന്നും 15 പന്നികളെ വളർത്താനുള്ള അംഗീകാരത്തിൽ 150 പന്നികളെ വരെ വളർത്തി ജനങ്ങളുടെ ആരോഗ്യത്തെ തകർക്കാൻ അനുവദിക്കില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിന് സമീപം 10 അടി നീളമുള്ള മലമ്പാമ്പിനെ നാട്ടുകാർ പിടികൂടി. ഞാൻ പാർട്ടി പാമ്പാണ് നീ തിരിച്ചറിയോ? എന്റെ ഫോട്ടോ കിട്ടി. വലിച്ച് തല പിടിക്കുന്നുണ്ട്. രാത്രി ഓളത്തിൽ പിടിച്ചതാ. അമൃതമുണ്ട് ഫോറസ്റ്റിന്റെ ഒരു സാറിന്റെ പെട്ടി
പഴുവിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് കിഴക്ക് ഞായറാഴ്ച പുലർച്ചെയോടെയാണ് 10 അടി നീളമുള്ള മലമ്പാമ്പിനെ കണ്ടെത്തിയത്. വളർത്തുനായയുടെ നിർത്താതെയുള്ള കുരകേട്ട് വാതിൽ തുറന്നെത്തിയ വീട്ടുകാരാണ് പുറത്ത് മലമ്പാമ്പിനെ കണ്ടത്. വെട്ടിയാട്ടിൽ സുബിൻ, പനമൂക്കത്ത് പ്രശാന്ത് എന്നിവർ ചേർന്ന് പാമ്പിനെ പിടികൂടി. ഫോറസ്റ്റ് അധികൃതരെ വിവരം അറിയിച്ചതിനെ തുടർന്ന് അധികൃതരെത്തി പാമ്പിനെ കൊണ്ടുപോയി. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ തുലാമാസത്തോടനുബന്ധിച്ചുള്ള വാവുബലിക്ക് നിരവധി ഭക്തജനങ്ങൾ എത്തി. പുലർച്ചെ മുതൽ നടന്ന ബലിതർപ്പണ ചടങ്ങിന് ശ്രീനാരായണാശ്രമം സെക്രട്ടറി സ്വാമി ശുഭാംഗാനന്ദ, ക്ഷേത്രം മേൽശാന്തി ദാമോദരൻ എന്നിവർ നേതൃത്വം നൽകി. ചെമ്മാപ്പള്ളി ആനേശ്വരം ശിവക്ഷേത്രത്തിൽ തുലാമാസത്തിലെ അമാവാസിയോടനുബന്ധിച്ച് ബലിതർപ്പണം നടന്നു. ആചാര്യ അജയ് പുരോഹിതർ, ആചാര്യ സജീവൻ ആമ്പല്ലൂർ എന്നിവർ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. വാവുബലി തർപ്പണ ദിവസം ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ഉണ്ടായിരുന്നു. പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തി കാവേരിമഠം സത്യനാരായണൻ കാർമ്മികത്വം വഹിച്ചു. ജവഹർ ബാലജനവേദി അക്രമ രാഷ്ട്രീയത്തിനെതിരെ കത്തുകൾ അയച്ചു. അക്രമ രാഷ്ട്രീയം വെടിയൂ, സമാധാന അന്തരീക്ഷം കൈവരിക്കൂ എന്ന സന്ദേശം എഴുതി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയനും ജവഹർ ബാലജനവേദിയിലെ കുട്ടികൾ കത്തെഴുതി. പെരുങ്ങോട്ടുകര കിഴക്കുമുറി പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നടന്ന കത്ത് പോസ്റ്റ് ചെയ്യൽ പരിപാടിയുടെ ഉദ്ഘാടനം DCC വൈസ് പ്രസിഡന്റ് CN ഗോവിന്ദൻകുട്ടി നിർവഹിച്ചു. ജവഹർ ബാലജനവേദി ജില്ലാ കോർഡിനേറ്റർ ആന്റോ തൊറയൻ അധ്യക്ഷനായി. ഷൈൻ നാട്ടിക പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. മണ്ഡലം പ്രസിഡന്റുമാരായ അജയൻ പൊറ്റേക്കാട്ട്, KP മോഹനൻ, KS സന്ദീപ് തുടങ്ങിയവരും ഗീതാദാസ്, ഷാഫി കല്ലുങ്കടവ്, ചന്ദ്രൻ മാസ്റ്റർ, അനിൽ കൃഷ്ണ, CL ജോബി, സിജോ പുലിക്കോട്ടിൽ, ധനേഷ്, പാച്ചു, ഷംന, കുട്ടാപ്പു, നിതിൻ തുടങ്ങിയവരും സംസാരിച്ചു. കോൾപ്പാടത്തെ വെള്ളച്ചാലിൽ വീണ് ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു. മനക്കൊടിയിൽ നിയന്ത്രണം വിട്ട് കോൾപ്പാടത്തെ വെള്ളച്ചാലിലേക്ക് വീണ് ബൈക്ക് യാത്രികരിൽ ഒരാൾ മരിച്ചു. മനക്കൊടി ചേറ്റുപുഴക്കാരൻ ആനന്ദന്റെ മകൻ അനീഷാണ് മരിച്ചത്. കണ്ടശാങ്കടവ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിയാണ്. അമല ആസ്പത്രിയിലെ ജീവനക്കാരൻ ചിറ്റിലപ്പള്ളി വീട്ടിൽ വിഷ്ണുവാണ് പരിക്കേറ്റത്. ഇദ്ദേഹത്തെ മദർ ആസ്പത്രിയിലും പിന്നീട് അമല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 10 മണിയോടെയാണ് അപകടം. സഹോദരി അനുവിന്റെ വിവാഹം വല്ലച്ചിറ ചാത്തക്കുളം ഭാഗത്തെ ഒരു യുവാവുമായി ഉറപ്പിച്ചിരുന്നു. അതിന്റെ വിരുന്നിൽ പങ്കെടുക്കാനാണ് അനീഷും ബന്ധുവായ വിഷ്ണുവും ബൈക്കിൽ പോയത്. പുള്ളുമനക്കൊടി റോഡിൽ അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്തെ കലുങ്കിലിടിച്ച ശേഷം 5 മുറി കോൾപ്പാടത്തെ വെള്ളച്ചാലിലേക്കാണ് നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞത്. അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരായ പാറേക്കാട്ട് വിഷ്ണുവും പൊന്തേങ്കാടത്ത് നിതിനുമാണ് വെള്ളത്തിൽ മുങ്ങിപ്പോയ ഇരുവരെയും മുങ്ങിയെടുത്തത്. തുടർന്ന് ഇരുവരെയും മദർ ആസ്പത്രിയിൽ എത്തിച്ചെങ്കിലും അനീഷ് മരിച്ചിരുന്നു. തൃശൂരിൽ നിന്ന് ഫയർഫോഴ്സും എത്തിയിരുന്നു. ഇവർ കൂടുതൽ തിരച്ചിൽ നടത്തി. ബൈക്കും പുറത്തെടുത്തു. അന്തിക്കാട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മരണപ്പെട്ട അനീഷിന്റെ അമ്മ രാജി. ശവസംസ്കാരം തിങ്കളാഴ്ച രാവിലെ 11-ന് വടൂക്കര ശ്മശാനത്തിൽ നടക്കും. ഇടവേള.